ഹലോ, ഇറ്റ്സ് മീ അജീഷ്. അങ്ങനെ നരിവേട്ട കണ്ടിരിക്കണം. ഒരുപാട് ലേറ്റായി പോയി കാണാൻ. ടൊവിനോ തോമസിന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു നരിവേട്ട. അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലോട്ട്, ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ടിനെ അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കോറിങ്, ഇതിൻ്റെ മ്യൂസിക് എടുത്തു പറയണം. അസാധ്യമായിട്ടുള്ള സാധനമായിരുന്നു. അടിപൊളിയായിരുന്നു. ത്രൂ ഔട്ട് ആ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. സർക്കാർ ഈ ആദിവാസികളോട് കാണിക്കുന്ന ഒരു ക്രൂരത, അതാണ് ഈ പടത്തിൽ മെയിനായിട്ട് പറയുന്ന സംഭവം. അവർക്ക് ഭൂമിക്ക് വേണ്ടി അവർ സമരം ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ സർക്കാരിന് ഇവർക്ക് കുറച്ച് ഭൂമി കൊടുത്താൽ എന്താണ് പ്രശ്നം? കുറച്ച് എന്തുമാത്രം ഫോറസ്റ്റ് ഏരിയ സർക്കാരിൻ്റെ ഉള്ളൂ. കുറച്ച് ഏരിയ അവർക്ക് കൊടുത്ത് അവർക്ക് സുഖമായിട്ട് വീട് വെച്ച് കിടക്കാനായിട്ട് കുറച്ച് ഏരിയ കൊടുത്തെന്ന് വെച്ച് എന്ത് സംഭവിക്കാനാണ്? അവരെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുക, അവരെ വീട്ടിൻ്റെ സ്വത്തോ ഒന്നും അല്ല അവർ ചോദിച്ചത്. കുറച്ച് സ്ഥലം കാട്ടിൽ നിന്ന് കൊടുക്കാനാണ്. അവർ അവിടെ വീട് വെച്ച് ആർക്ക് ശല്യമില്ലാതെ അവിടെ തന്നെ ജീവിക്കും. അതിന് ഈ സർക്കാരിന് എന്താണ് ഇത്ര പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ പടം കണ്ടപ്പോൾ ഇവരോട് കാണിക്കുന്ന ഈ ക്രൂരത, കൊടും ക്രൂരത ഭയങ്കരമായിട്ട് ഫീലായി. പടം നമുക്ക് ആ ഒരു ഫീലിംഗ് തരും. അത് അടിപൊളി പടമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ്. ഈ പടം കണ്ടിറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതായിരുന്നു. അത് ആ പടത്തിൻ്റെ വിജയമാണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് തരുക എന്നുള്ളത് ആ പടത്തിൻ്റെ ഒരു വിജയമാണ്. അതുപോലെ അടിപൊളി മേക്കിംഗ്, അടിപൊളി പടം. എല്ലാവരും ഒരു കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് നരിവേട്ട. അടിപൊളി പടം, അടിപൊളി മ്യൂസിക്, അടിപൊളി ഡയറക്ഷൻ, എല്ലാം ടെക്നിക്കൽ സൈഡ് എല്ലാം അടിപൊളിയായിരുന്നു.